രാവിലെ ഏകദേശം ഒരു 4 മണിയല്ല 3 മണിയാവുന്നു. 2:30 കഴിഞ്ഞ് എഴുന്നേറ്റ് എല്ലാം സെറ്റായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. മാരത്തോൺ ഓടാൻ പോകണം ഗൈസ്. എനിക്കൊരു 4 മണിയാന്ന് തോന്നുന്നു ഗൈസ്. അവിടെ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇന്ന് മാരത്തോൺ ഓടണം ഗൈസ്. മറ്റേയൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തന്നെ. സോ നേരെ ഇറങ്ങി പോകാം ഗൈസ്. ഇവിടുന്ന് ഒരു ഏകദേശം 1 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് അങ്ങോട്ട് പോകാൻ. അപ്പോൾ പൂച്ചയായിരുന്നു. അവിടെ ചെന്നിട്ട് കാണാം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെന്ന് ബേബിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലാൻ പറയാം എന്താവും സംഭവം എന്നൊക്കെ. ഏതായാലും കൊടുത്തിരിക്കണം ഗൈസ്. ഞാനിവിടെ എല്ലാം സെറ്റാക്കിയിട്ട് നിൽക്കുകയാണ്. ഞാനും ചേട്ടനുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. ടാറ്റാ. അവിടെ ചെന്നിട്ട് ഞാൻ വരാം ഇനി. ഹലോ ഗൈസ്, എനിക്കൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട് ഗൈസ്. കണ്ട എൻ്റെ നമ്പർ 22012 ഗൈസ്. ഇത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മാരത്തോണാണ്. ജയിക്കുമോ സക്സസ് ആവുമോ കംപ്ലീറ്റ് ആവുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഹാഫ് മാരത്തോൺ 21 കിലോമീറ്റേഴ്സാണ് ഞാൻ ഓടണേ. ഒന്നും അറിയത്തില്ല ഗൈസ്. സക്സസ് ആവുമെന്നോ ജയിക്കുമെന്നോ ഇല്ലെങ്കിൽ ഞാൻ ഓടി എത്തുമെന്നോ പോലും എനിക്കറിയത്തില്ല. ഇതിന് മുമ്പ് റെസ്റ്റ് എടുത്ത് കൊല്ലം വരെ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലാതെ വേറെ ഒന്നും ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അങ്ങോരെത്തോ എന്താവുമെന്ന് അറിയത്തില്ല ഗൈസ്. മാക്സിമം നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ വാമപ്പോലും ചെയ്യാൻ അറിയത്തില്ല. ഞാൻ എന്തോ കാണിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കയ്യും കാലൊക്കെ നോക്കി ഇവിടെ കുറച്ച് നേരം കണ്ടിരിക്കുന്നുണ്ട്. നോക്കാം ഗൈസ് എന്താവുമെന്ന്. ഞാൻ മാക്സിമം ഓടി എത്താൻ ശ്രമിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈസ്, എനിക്ക് വേണ്ടിയിട്ട്. ബൈ ഗൈസ്. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ആവാറെന്ന് തോന്നുന്നു. 5 മണിയെ ടൈം പറഞ്ഞാൽ സ്റ്റാർട്ട് ആവാറായെന്ന് തോന്നുന്നു. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ടാറ്റാ. പിന്നെ വരാം. ഗുഡ് മോർണിംഗ് റണ്ണേഴ്സ്. എല്ലാവരും സെറ്റല്ലേ? നമുക്ക് അധികം ലേറ്റ് ആവുന്നില്ല. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് കടക്കാം. ഓക്കെ. എല്ലാവരും മാക്സിമം നന്നായിട്ട് ഇന്റൻസിറ്റിയോടുകൂടി സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. Now this is side to side. You got it. Now the last one again, calf raise. Thank you ma'am, thank you. So thank you so much ma'am. അപ്പോൾ നമ്മുടെ 21 കിലോമീറ്ററിന്റെ റേസിന് നിങ്ങൾ എല്ലാവരും റെഡിയാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെഡിയാണ്? എല്ലാവരും ഒന്ന് ചിറപ്പിൽ എല്ലാവരും റെഡിയാണ്? എല്ലാവരും ഓക്കെ നമ്മളിപ്പോ നമ്മുടെ 21 അതായത് ഹാഫ് മാരത്തോണിന്റെ റേസിന് നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ലൈനപ്പിനായിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരിക. സോ വി വിൽ ബി ദേർ. സോ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഡെക്കാത്തലോൺ മാനേജർ മിസ്റ്റർ നിതിൻ ആണ് നമ്മുടെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 10 മുതൽ ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? ഓക്കെ.
കണ്ടു കണ്ടു കണ്ടു. ആ ഓടി വന്നു ഓടി വന്നു. ആ ഓടിക്കുക. ഫിനിഷ് ചെയ്തു. അയ്യോ വെള്ളം കുടിക്കട്ടെ. ആ വരൂ. ആ യുവമാർക്കിന് പതിയെ കൊടുക്കാൻ ഓടുന്നു. എത്തിയില്ല ഇനി എന്തിനാ ഓടുന്ന പതിയെ കൂടുന്നു. അയ്യോ ഞാൻ കറയുന്നു. അങ്ങ് ദൂരെ എത്തി. വെറുത്തായി ഞാനൊന്നും കൂടെ ഹാഫിൽ തിരിച്ചു വന്നത്. പോയി കഴിക്കാൻ സംഘത്തിന്റെ മാരത്തോൺ റണ്ണ് കഴിഞ്ഞ മെഡലും കിട്ടി. ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് മേടിച്ച് കഴിച്ചിട്ട്. പക്ഷെ അതിനും മുമ്പേ ഞാനിവിടെ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോഴത്തേന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് മീറ്റ് ചെയ്തിട്ടാണ് എല്ലാം കഴിക്കാൻ ആദ്യം. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഓർത്ത ഗൈസ് വീഡിയോ എടുക്കണമെന്ന് മറന്നുപോയി ഗൈസ്. സോ പിന്നെ കാണാവേ. ഗൈസ് ഇവരാണ് ഞങ്ങളെ ചിയർ ചെയ്തത്. താങ്ക് യു ഓൾ. ഗൈസ് 8 മണിക്ക് 9 മണിക്ക് തീരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ 7:45 8 മണിയായിരുന്നു വന്ന് കഴിഞ്ഞു ഗൈസ്. ഇപ്പൊ അവിടെ എൻഡിങ് സെറമണി നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ കീഴിലോട്ടൊന്ന് പോയിട്ട് വന്നാലാ? ഞാൻ അതിന്റെ കീഴിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. മെലഡും കൂടെ കരുത്തിയിട്ടുണ്ട്. Thank you. Okay, thank you. Thank you. शाम कर गई वो तेरे नाम कर गई, ऐसे हंसी चल देखो अपना बुलाना हवा हवा.
അതൊരു വഴിക്കും. അതുകൂടാതെ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ ഇതിനുവേണ്ടി സഹായിക്കുക, ഇതിനുവേണ്ടി ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുക, അതിന് ഈ ഒരു നാട്ടിലുള്ള എല്ലാവരോടും നമ്മുടെ സോൾസ് ഓഫ് കൊല്ലത്തിന്റെ പേരിൽ നന്ദി പറയുകയാണ്. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും, അതോടൊപ്പം തന്നെ എല്ലാ നാനാതുറകളിൽപ്പെട്ട എല്ലാവരും ഒരേപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയാൻ ഒന്ന് രണ്ട് പേര് നമുക്ക് പറഞ്ഞുതരാം. മനോജ് മണിയൻ ചേട്ടനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ, അവരും വളരെയധികം നമ്മളെ ഈ സോൾസ് ഓഫ് കൊല്ലം ആ ഒരു സംഘടനയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംഘാടകർ ആ ലിസ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരിക. ലിജോ ആണ് അതിന് കൺസൾട്ട് പേഴ്സൺ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ലിജോ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ലിസ്റ്റായിട്ട് പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക. നമ്മുടെ ഈ സെറമണി നമ്മുടെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ പ്ലീസ് എല്ലാവരും പോകരുത്. ഞാൻ നേരത്തെ രേഷ്മ പറഞ്ഞ പോലെ പല പല കാറ്റഗറിയിലായിട്ട് 32ഓളം ക്യാഷ് ഗൈസ് ബാക്കില് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങള് വീട്ടിലോട്ട് പോകാൻ നടക്കുന്നു. കാലൊക്കെ ഒരു പരുവായി ഗൈസ്. അന്ന് നടന്നതിന്റെ അത്ര ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടിക്കകത്ത് പോരുന്നിടത്ത് വലിച്ചു വരുവാ. ഇനി ഇപ്പം ഊരാൻ വയ്യ. അന്നത്തെ കണക്കാന്നെ കാല് വേദനയെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ. വണ്ടിക്കകത്ത് നോക്കട്ടെ ഗൈസ് പോയിട്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം, ഫിനിഷ് ചെയ്ത സ്ഥലം. ഓ മൈ ഗോഡ് ഗൈസ്, സെറ്റ്. ഇതെല്ലാം അയച്ചുകൊണ്ട് പോണു ഗൈസ് ഇവര്. ഇതിലേ കൂടെയാണ് ഗൈസ് ഞങ്ങൾ ഓടിക്കേറിയത്. ആ വണ്ടിയുടെ ടയർ കിടക്കുന്ന ഭാഗം കണ്ട, അവിടെയാണ് ഞാൻ നിന്നത്. കംപ്ലീറ്റ് ആയി ഗൈസ്. ഗൈസ് അറ്റ് ലാസ്റ്റ് ഫൈനലില് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഏകദേശം 9 മണി കഴിഞ്ഞു. 9:10 ആയിക്കാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എൻ്റെ മെഡൽ എനിക്ക് കിട്ടി. സെറ്റ് ഗൈസ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് അതിനെ നോക്കാം. ടാറ്റ. ഇനി വേറെ ഏതെങ്കിലും പരിപാടി കാണാം. ഓക്കെ ബൈ.